ഞാൻ അല്പം മുമ്പ് ഒരു വീഡിയോയുടെ ഒരു ഹെഡ്ലൈൻ കണ്ടു. ആറ്റക്കോയത്തങ്ങൾക്കെതിരെ ശബ്ദിച്ച നാവുകൾ ഇനി ഉയരില്ല. എനിക്ക് തോന്നുന്നു അത്രത്തോളം കറാമത്തുണ്ട്, അല്ലെങ്കിൽ പടച്ചോനേക്കാളും മേലെ ഈ കോയത്തങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു പുണ്യാളച്ചനൊന്നും അല്ല. എന്റെ സംസാരം ചിലപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാലോ, വളരെ രൂക്ഷമായാണ് ഞാൻ പ്രതികരിച്ചത്. പക്ഷെ അസഭ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. അതെന്റെ ഒരു രീതിയാണ്. ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് കൊണ്ടും മറ്റു പലരും ഒക്കെ കാണേണ്ടതുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ മോശം വാക്കുകൾ തെറി വാക്കുകൾ ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ പബ്ലിക് സ്പേസിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയല്ല, ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ഈ ആറ്റക്കോയത്തങ്ങളുമായി സംസാരിക്കുന്ന സമയത്ത് എന്തിനാ വിളിച്ചതെന്നും കൂടെ പറയാം. ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് സാമ്പത്തിക സഹായം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. കിട്ടാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. കയറെടുക്കുക അല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ആ സിറ്റുവേഷനിൽ ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് പോയിരുന്നു, അദ്ദേഹത്തിനോട് സഹായം തൽക്കാലം രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കിട്ടുമെന്ന് അറിയാൻ പോയിരുന്നപ്പോൾ ഈ ചെന്ന ആളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആറ്റക്കോയ തങ്ങൾ നാറ്റക്കോയായി എന്നാണ് പറഞ്ഞത്. നാറ്റക്കോയ എന്ന് ഞാൻ പറയുന്ന എന്താ കാണുന്ന വെച്ച് കഴിഞ്ഞാല്, ഇയാളെ സങ്കടം കേൾക്കാൻ തയ്യാറല്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ കറക്കി ഒരു നമ്പറിൽ കുത്താൻ പറഞ്ഞു എന്നും, കുത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ കണ്ണറാണെന്നും, അതുകൊണ്ട് 1650 രൂപ അത്രയൊന്നും ഞാനിപ്പോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിന്റെ ചീട്ടുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഒരു 100 രൂപയും പിന്നെ പാലും പഴവും പഞ്ചാരയൊക്കെ വാങ്ങാനുള്ള പൈസ വേറെ ഒക്കെ കൊണ്ട്, പിന്നെ ആർക്കൊക്കെ കൈമുടക്ക് വളക്കാനുള്ള പൈസ കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ ആ കാര്യം തീരുമാനമാക്കിയില്ലെങ്കിൽ ആള് ജയിലിൽ പോകും. കാര്യം ചെക്ക് കേസ് ആ കോലത്തിൽ അയക്കുന്നു, വാറണ്ടായി കിടക്കുന്ന കേസാണ്. അതിനൊരു സഹായം ചെന്നപ്പോഴത്തേക്ക് ചോദിച്ച് ചെന്ന ആളെ മൊത്തത്തിൽ ഒഴിയാനും, എന്തോ പുതപ്പിട്ട് ഒഴിയാനോ പുതപ്പിടാതെ ഒഴിയാനോ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ ഒരു മഹാനാണിത്. അങ്ങനെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് ശരിയാണോ, ഈ പറഞ്ഞ എന്നെ കാണാൻ വന്ന ആൾ പറഞ്ഞ് ശരിയാണോ എന്ന് ഒന്നറിയണമല്ലോ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെയാണ് ഈ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ആളെ ഞാൻ വിളിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ 2 തവണ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇയാള് ഈ ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഈ ഭിക്ഷക്കാരെ പോലെ നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഡയലോഗ് അടിക്കുന്ന കണ്ടിട്ടാണ്. അപ്പൊ ഇതൊരു നല്ലൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് കരുതിയിട്ട് വിളിച്ചതാ. ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ 3 നമ്പർ, കോൺടാക്ട് ചെയ്യാനുള്ള 3 നമ്പറുള്ള ഒരു ചീട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അതില് ഞാൻ കണ്ട നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. എന്നോട് ഇങ്ങനെ ഒരാൾ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് വസ്തുത എന്ന് അറിയണം, അല്ലെങ്കിൽ ഒരു മറുഭാഗം ഉണ്ടാവുമല്ലോ, ആ മറുഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയത്, എന്തോ ഒരു മുൻധാരണ ഉള്ളതുപോലെ, ഞാൻ അയാളെ തകർക്കാൻ ചെയ്യുന്നത് പോലെ. എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ഇനി ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആറ്റക്കോയ തങ്ങൾ വിളിക്കുന്നുണ്ട് ആ ഫോണിൽ നിന്ന്. വിളിച്ചിട്ട് കുറെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയാനല്ലേ, ഇങ്ങനെ ചെയ്യാനല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞോളാം പറഞ്ഞു. ആയിക്കോട്ടെ, ഇയാൾ പറഞ്ഞോടോ, ഇയാൾ ചെയ്തോടോ എന്ന് പറഞ്ഞിട്ട് ആ എടോ ഓടോ എന്ന് പറഞ്ഞ ഒരു വൃത്തിയായിട്ട വിളിയുണ്ടല്ലോ, ആ ഒരു ഒറ്റ വിളിയിൽ നിന്ന് മനസ്സിലായി ഇയാൾ തങ്ങന്മാരല്ല, അഹ്ലുൽ ബൈത്തിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല, ഇയാളൊരു കള്ളത്തങ്ങളാണ് എന്ന്. അതെന്ന് മനസ്സിലായി. തങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മലയാളികളുടെ ഒരു, അല്ലെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബൈത്ത് നബിയുടെ പരമ്പരയിൽപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ പരമ്പരയിൽപ്പെട്ടവരുടെ ബാക്കിയായിട്ടാണ് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം ബഹുമാനം നമുക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇയാൾ അതിലുള്ളതല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ കാരണം, ഇത്തരത്തിലുള്ള ഇപ്പൊ പാണക്കാട് ശിഹാബ് തങ്ങളെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഒരുപാട് തങ്ങന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്, മറ്റു പലരും ഉണ്ട്. ഇനി ഒന്നും വേണ്ട, അവരുമായിട്ട് വിയോജിച്ച് നിൽക്കുന്ന സഖാക്കളെ, ഇടതുപക്ഷ ചേരിയിൽ നിൽക്കുന്നവരുണ്ട്. അല്ല, BJP ചേരിയിൽ പോലും ഞാൻ തങ്ങന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേരിയിൽ നിൽക്കുന്ന അവർ പോലും പൊതുജനങ്ങളോട് ഫോണിലോ അല്ലാതെയോ അപമര്യാദയായിട്ട് സംസാരിക്കുകയോ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുകയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. മനസ്സിലാക്കണം. അലി തങ്ങളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങളെന്നോ പറയുന്ന, അല്ലെങ്കിൽ സയ്യിദ് ചേർത്ത് വിളിക്കുന്ന ഒരു മനുഷ്യനും അത്തരത്തിൽ, അയാൾ ഏത് രാഷ്ട്രീയ ചേരിയിലായിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിൽ കണ്ടിട്ടുണ്ട്, BJP കണ്ടിട്ടുണ്ട്, അതുപോലെ ഈ കോൺഗ്രസിൽ 3 രാഷ്ട്രീയ കക്ഷിയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ BJP-യിലുള്ളവരും ഇടതുപക്ഷത്തിലുള്ളവരും എടാ പോടാ വാടാന്നൊക്കെ വിളിക്കണ്ടേ? അതൊന്നും വിളിക്കുന്നില്ല. അവരെല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നിലയിലുള്ള ഒരു സംസാരമാണ് അവരിൽ നിന്ന് വരിക. ഒരു പാകതയുമുള്ള ഒരു, എന്താ പറയാ, ഒരു എളിമയുള്ള സംസാരം, അതാണ് അവരിൽ നിന്ന് വരുന്നത്. ഇയാള് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ വാടോ, കാണാടോ, ആടോ, എവിടോ എന്നൊക്കെയാണ് എന്നോട് വിളിച്ചത്. എന്നോട് എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ ഇയാളെന്താ പിടിച്ചു പറിക്കാൻ പറ്റില്ല ചേർന്നോ? ഒന്നുമില്ലല്ലോ. ഒരു സംഭവം അറിഞ്ഞു. അത് അറിഞ്ഞപ്പോ ഞാന്
ഇയാളടുത്ത് ചോദിച്ചു. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാനിത് വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കുന്നത് നല്ലതല്ലേ, എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇയാൾ പറഞ്ഞെന്ന് പറയുകയാണെങ്കിലോ, ഇയാൾ ചിലപ്പോൾ എവിടെന്നെങ്കിലും അച്ചടിച്ചുകൊണ്ട് വന്നാണെങ്കിലോ പറയാൻ പറ്റുമോ? അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞ കോൾ ഇങ്ങനെയാണ്. ഒരുത്തം വിളിച്ച് ഭീഷണിപ്പെടുത്തി, താൻ എവിടെയോടോ, താൻ ഞെട്ടിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുത്തം ഞെട്ടിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ വോയിസ് ഇട്ടിരുന്നു. വോയിസ് ഇനിയുണ്ട്, ഞാൻ പിന്നെ വെറുതെ ഇടണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോ ഇവര് ഭൂലോക ഫ്രോഡാണെന്നും ഉടായ്പാണെന്നും തട്ടിപ്പാണെന്നും അവിടെ ഉഴിച്ചിലും പിഴിച്ചിലുമായിട്ട് അവിടെ വരുന്ന അശരണരും ആലംബരമായിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുന്നവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഒഴിഞ്ഞും അല്ലാതെയും ഒക്കെ ജീവിച്ചു പോകുന്നവരാണെന്നും ഈ പുറമെ കൊടുക്കുന്ന സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ 10,000 വാങ്ങിയിട്ട് 100 കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, ഒരു കണ്ണിൽ പൊടിയിടലാണെന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിനിടയിലാണ് ഇന്നിപ്പോ ആറ്റക്കോയത്തങ്ങൾക്കെതിരെ ശബ്ദിച്ച നാവുകളിന് ഉയരില്ല എന്ന് പറയുന്നത്. അപ്പോൾ നാവിന് ഉയരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്റെ അഭിപ്രായത്തിൽ എന്നോട് ഈ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ആൾ സംസാരിച്ച ആ സംസാരം കൊണ്ട് തന്നെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും, ഇയാള് അഹ്ലുബൈത്തിൽപ്പെട്ട ആളല്ല, ഇയാൾ തങ്ങളല്ല, ഇയാൾ കള്ളത്തങ്ങളാണ്. കാരണം അഹ്ലുബൈത്തിലെ അല്ലെങ്കിൽ ആ ഒരു പദവിയിലിരിക്കുന്ന ആരുമാരുള്ള നമ്മുടെ ചരിത്രവും പറയില്ലാന്നേ. നമ്മൾ വേണ്ട രാഷ്ട്രീയ നേതാക്കന്മാര് പറയും. ശ്രീ പിണറായി വിജയൻ വിറപ്പിക്കലും ബലപേശലും ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയാനുണ്ട്, കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും പോടാ ചെറ്റെ, പോടാ കാണാടോ, നമുക്ക് കാണാടോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അത്ര പോലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരുത്തന്നെ നമ്മൾ എങ്ങനെയാണ് തങ്ങളെന്ന് വിളിക്കുന്നത്? അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യ ആറ്റക്കോയത്തങ്ങൾക്കെതിരെ ശബ്ദിച്ച നാവുകളിന് ഉയരില്ല എന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത ആളോട് പറയാണ്, ഈ കാരണത്താൽ എന്റെ നാവും അടിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. Different angles. Don't forget to subscribe and support this channel.